ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീസ് വേൾഡ്. ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്. കുട്ടി വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ സൺഡേ ഒക്കെ ആണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും പ്രോഗ്രാമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയാലോ, ഈ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്, തലയിൽ നിൽക്കുന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രി സമയത്ത് കുറേ കാര്യം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും തൈവേറൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ് നിങ്ങൾ ഫേസിൽ കാണുന്നത്. പിന്നെ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. മേക്കപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസിൽ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയിന്, ബാങ്കിൾ, അതേപോലെ ഇയറിങ്സ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അതായത് സിമ്പിൾസിറ്റിയാണ് കൂടുതലും ഇഷ്ടം. എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്ന് കോപ്രായങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെയും കൂടെ ഒരുക്കി ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഏതാ തെണ്ടി നയിക്കും. അങ്ങനെ ഇഷ്യൂനൊക്കെ കളിപ്പിച്ച് വീണ്ടും ഞാൻ ഫോണെടുത്ത് ഇറങ്ങി സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കാൻ വന്നപ്പോൾ ആ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? കുരുത്തക്കേടിന് കയ്യും കാലം വെക്കാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ, കാണാത്തവർ കാണുകയും കൂടി ചെയ്തോളൂ. അങ്ങനെ വീണ്ടും ഫോണും പിടിച്ച് ഫേസ് കൊണ്ടുള്ള കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിധത്തിലും പല വിധത്തിലും എല്ലാവരെയും കൂടെ കൂട്ടിപ്പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ ഫംഗ്ഷൻ എന്താണെന്നും പറയാൻ മറന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ വാവയുടെ പാലുകുടിയാണ്. പിന്നെ എൻ്റെ കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത് ഇഷ്യൂവിൻ്റെ പാലുകുടിയായിരുന്നു കേട്ടോ. ഇത് വേറെ ചേച്ചിയുടെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഒടുവിൽ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോറി, ചേച്ചിയുടെ വീടല്ല. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷനൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ക്യാമറയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ഞാൻ കുറച്ച് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് ആൾ തന്നെ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഫോൺ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് നടന്നു. ഞാൻ നിങ്ങൾ ഈ തവള ചാടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ പിടിച്ച് ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫോണിന്റെ മുന്നിൽ നിന്ന് ചാടുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് പോവാണ്. ഇനി എന്തായാലും എൻ്റെ വായൊന്ന് ഞാൻ അടക്കി വെക്കാം. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വാ തുറക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ വാവ. ഇൻസാ സെല്ലിൽ നിന്നാണ് കേട്ടോ വാവയുടെ നെയിം വരുന്നത്. അപ്പോൾ ഇത് റിവീൽ ചെയ്ത സമയത്ത് എനിക്ക് അധികം ക്യാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിമോളാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ. അതായത് ചേച്ചിയുടെ മോളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടെ പോയിട്ട് ഫോണൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കാൽ ഭാഗം പോലും എൻ്റെ വീഡിയോയിൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് കുറച്ച് ഹൈറ്റുള്ളവരെടുത്ത് ഫോൺ കൊടുത്തിട്ട് അങ്ങനെ മിണ്ടാതെ മാറി നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഋതുവിനെ മിഷുവിനൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. ഋതുവിൻ്റെ ഫേസിലെ ആക്ഷൻ കണ്ട് ചിരിക്കാട്ടോ ഞങ്ങളൊക്കെ. നല്ല ഭംഗിയാണ് അവളുടെ ഫേസിലെ ആക്ഷനൊക്കെ കാണാനായിട്ട്. ഇതുവിന്റെ അടുത്തുനിന്ന് നേരെ ഇഷ്യുവിന്റെ അടുത്തേക്ക് ചാടി. കുട്ടി അറിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫുഡും വന്നു. ഫുഡെല്ലാം കഴിച്ച് ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയതും വന്നതൊക്കെ ബസ്സിലാണ് കേട്ടോ. ബസ്സാകുമ്പോൾ എന്തായാലും പാട്ടുണ്ടാവുമല്ലോ. ഒരു പാട്ട് കേട്ടാൽ നമ്മൾ എന്തായാലും തുള്ളാണ്ട് ചാടാണ്ട് ഇരിക്കില്ലല്ലോ. അങ്ങനെ തകൃതിയായിട്ടുള്ള ബസ്സിലെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് നേരം വെറുതെ ഇരുന്ന് ക്ഷീണമെല്ലാം മാറ്റിയതിന് ശേഷമാണ്
വീണ്ടും ഞങ്ങൾ ഷട്ടിൽ കളിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത് ചേച്ചിയുടെ കുട്ടി ഷട്ടിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും വീണ്ടും കൂടെ ഇസ്കി വാങ്ങി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയാണ്. ഇല്ലേ ഞങ്ങൾ ടീച്ചറും കുട്ടികളോ അല്ലെങ്കിൽ അമ്മയും കൊച്ചൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. വലുതാകുമ്പോൾ എന്തായാലും അത് കളിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ചിലരൊക്കെ പറയും ബുദ്ധിക്ക് സ്ഥിരത ഇല്ല എന്നുള്ളത്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗിവ് അവേന്റെ കാര്യം ആരും മറന്നു പോകേണ്ട. ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.